ആരാണ് വിളിക്കുന്നത്? ഞാൻ ഒന്ന് ഉറങ്ങാനൊന്നും സമ്മതിക്കത്തില്ല. എനിക്ക് അല്ല ഫിറ്റ് ആര് നീക്ക് എന്താ വേണ്ട? സീറ്റ് ഞാൻ എൻ്റെ സീറ്റിലല്ലേ കിടക്കുന്നത്? എൻ്റെ സീറ്റാണല്ലോ. വേറെ സംഭവം ഇവിടെ ഉണ്ടായിരുന്നു, കാണുന്നില്ല. കുപ്പി കൊണ്ട് ഞാൻ എടുത്ത്. ടീറ്റിയോടെ വിളിച്ചോണ്ട് പോകാൻ ടീറ്റി. നമ്മളെ അടിച്ച കുപ്പിയുടെ ബാലൻസ് ഉണ്ടല്ലോ, എവിടെ സംഭവം? എവിടെ? ഇവന്മാരുടെ കയ്യിൽ ഇരിപ്പുണ്ട് കുപ്പി. അത് എവിടെ ഫുൾ വയറ് ഫുള്ള് മാറി. ഞാനെൻ്റെ സംഭവിച്ച് എൻ്റെ ലോഡ് റിജക്റ്റ് ചെയ്യാനുള്ള സമയം വേണം. വഴി തരൂ. ഞാനതൊന്ന് ഔട്ടാക്കിയിട്ട് എന്നിട്ട് വേണം അടുത്തത് ഫുള്ളാക്കാൻ. മാറി നിൽക്കൂ വഴി മാറി നിൽക്കൂ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഞാനൊരു കുടിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ എൻ്റെ വിഷമം, എൻ്റെ ഭാര്യയുടെ വിഷമം എൻ്റെ വിഷമമല്ലേടാ. നിങ്ങൾക്കൊക്കെ ഭാര്യമാരുണ്ട്. ഞാൻ അവളെ ചീത്ത വിളിക്കാത്ത ദിവസമില്ല. അതുകൊണ്ട് അവളെ എന്നെ ചീത്ത വിളിക്കാത്ത ദിവസമില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറങ്ങി ഓടിയവനാണ് ഞാൻ. എന്നെ നിങ്ങൾ ശല്യം ചെയ്ത് തെറ്റായിപ്പോയി. നിങ്ങൾ കുടിക്കുന്നവരാണോ എങ്കിൽ കുടിച്ച് നമുക്ക് ടെൻഷൻ മാറ്റാം. ഒഴിക്കട കുപ്പി, ഒഴിച്ച് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട്. അല്ല, നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നത്? ഞാൻ മുമ്പോട്ടാണ് പോകുന്നത്. നിങ്ങൾ മുമ്പോട്ട് പോയി എവിടെ എത്തും എന്നല്ലേ? അത് നിങ്ങൾ എവിടെ എത്തുമെന്ന് പറയാം. എന്നിട്ട് ഞാൻ എവിടെ എത്തുമെന്ന് ഞാൻ പറയാം. എവിടെ എത്തും നിങ്ങൾ? ഗോവയിലോ? അത് ശരി, ഗോവ നല്ല സ്ഥലം. ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. നല്ല എല്ലാ പരിപാടിയും നടക്കും. അപ്പം ഞാൻ എൻ്റെ പരിപാടി മാറ്റി. ഞാൻ നിങ്ങളോടൊപ്പം എടുക്കട്ടെ. നിങ്ങൾ എൻ്റെ കമ്പനിക്ക്, ഞാൻ നിങ്ങളുടെ കമ്പനിക്ക്. അപ്പോൾ നമുക്കൊരുമിച്ച് ഗോവ അടിച്ചു പൊളിക്കാം. കാര്യമായിട്ട് നിങ്ങൾ അടിച്ചു പൊളിക്കരുത്. എൻ്റെ കാശില്ല. ഞാൻ അടിച്ചു പൊളിക്കാതെ പറഞ്ഞാൽ നമ്മൾ വേറെ രീതിയിൽ അടിച്ചു പൊളിക്കുന്ന കാര്യമാണ്. ഞാൻ ആരും അടിക്കാൻ പോകരുത്. എനിക്ക് പണി പുറകെ വരാൻ പറ്റില്ല. എക്കാലം ഞാനിതൊന്ന് ലോഡ് ഇറക്കട്ടെ. ഞങ്ങൾ ഒന്ന് സഹായിക്കൂ. കൈ കാണിക്കൂ. കയ്യിൽ ഒഴിച്ചിട്ട് ഞാൻ ജയിലിൽ വഴി വെളി കളഞ്ഞാൽ പോയി. എനിക്ക് നടക്കാൻ പറ്റില്ല. ബോട്ടിൽ കാണിക്കും, പിടിക്ക്. പോയി. ഇനി വേണം ഫുള്ളടിക്കാൻ. അപ്പോൾ നിങ്ങൾ ബാച്ചിലേഴ്സാണ്. ഞാൻ കെട്ടി ഭാര്യ നിങ്ങൾ ബാച്ചിലേഴ്സ് എല്ലാം കേട്ടിട്ടുണ്ടല്ലേ? അപ്പം കെട്ടിയിട്ട് വർഷങ്ങളായ കോള് കാണുന്നില്ല. ഈ ഇടയ്ക്കല്ലേ കെട്ടിയത്? 1 കൊല്ലം ആയിട്ടില്ല. അപ്പം നമുക്ക് ഭാര്യമാരുടെ ഡിസ്കഷൻ തുടങ്ങാം. എങ്ങനെയുണ്ടാ നിൻ്റെ ഭാര്യ? തലവേദന വിട്ട് ഓടി വന്നതല്ലേ എൻ്റെ അരികിൽ? നീയും അതുപോലെല്ലേടാ? നീയും എനിക്കറിയാം. ഞാനെന്നോ സെറ്റപ്പ് കളിക്കാനുള്ള പുതിയ സെറ്റപ്പിനുള്ള പരിപാടി ഇട്ട് ഗോവയ്ക്ക് ഇറങ്ങിയത് അല്ലേ? അപ്പം 5ാമതൊരു ആളും കൂടെ ഉണ്ടെന്ന് നീ വിചാരിച്ചു. ഇപ്പം നമുക്കൊരുമിച്ച് കളിച്ച് മുമ്പോട്ട് പോകാം. എന്തായാലും കമ്പനി കിട്ടി. ടീറ്റി ബാക്കി കാര്യങ്ങളൊക്കെ ടീറ്റി പറഞ്ഞു തരും. ഞാൻ കുറച്ചൊന്ന് ഉറങ്ങി ഹാങ് ഓവർ തീർക്കട്ടെ. അപ്പം ശരി, നമുക്ക് ലഞ്ചിന് അല്ലെങ്കിൽ ഡിന്നറിന് നമുക്ക് വീണ്ടും പൊക്കളരുത്, ഓടരുത്, ടീറ്റി വിട്ടേക്കരുത്. അപ്പം ഞാനൊന്ന് ഗുഡ് നൈറ്റ്. ഗുഡ് ഡേ, ഗുഡ് ലഞ്ച്, ഗുഡ് ആഫ്റ്റർനൂൺ.